ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രഭാതകാലത്തിൽ കർത്താവിൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പമായിരിക്കാൻ തന്നിരിക്കുന്ന വിലയേറിയ അവസരത്തിനായിട്ട് നന്ദി പറയുന്നു. ഇന്നത്തെ പ്രഭാതത്തിൽ തന്നിരിക്കുന്ന മന്നയുടെ വചനം ആവർത്തന പുസ്തകം 6-ാം അധ്യായം 6-7 വാക്യങ്ങളെ ആധാരമാക്കിയാണ്. അതേ ഇപ്രകാരം വായിക്കുന്നു: യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അവയെ അടയാളമായി നിന്റെ കയ്യിൽ കെട്ടണം. അവ നിന്റെ കണ്ണുകൾക്ക് മധ്യ പട്ടമായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ തിരുവചനം ആവർത്തന പുസ്തകം 6-ാം അധ്യായം. ദൈവത്തിന്റെ ദാസനായ മോശ തൻ്റെ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ ഇസ്രായേൽ മക്കളെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്ന വചനങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തി എഴുതിയ വചനങ്ങളാണ്. ഇവിടെ നാം പഠിക്കുന്ന അനേക വചനങ്ങളും ദൈവത്തിന്റെ കൽപ്പനയുമായി ബന്ധപ്പെട്ടാണ് ദൈവത്തിന്റെ ദാസൻ അവർക്ക് കൊടുക്കുന്നത്. അതില് നാം ഇപ്പോൾ പഠിക്കുന്ന ദൈവത്തിന്റെ കൽപ്പന എന്ന് പറയുന്നത് ശബത്ത് നാളിനെ കുറിച്ചുള്ള കൽപ്പനയാണ്. ഈ മാസത്തില് എല്ലാ ശബത്ത് നാളിന്റെ പ്രാധാന്യം, അതനുസരിക്കുന്നതിന്റെ അനുഗ്രഹങ്ങളും, അതെങ്ങനെ അനുസരിക്കണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നെല്ലാം ദൈവ കുഞ്ഞുങ്ങൾക്ക് നൽകി തരുന്ന മന്നയുടെ പാഠങ്ങളാണ് ഓരോ പ്രഭാതത്തിലും ദൈവദാസന്മാരും ദാസിമാരും നിങ്ങളോട് സംസാരിക്കുന്നത്. ഇന്ന് ദൈവത്തിന്റെ ദാസനായ മോശ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളായ ഇസ്രായേൽ മക്കളോട് ആ മോവാബ് സമഭൂമിയിൽ വെച്ച് അനേക വചനങ്ങളെ ആവർത്തിച്ചു പറഞ്ഞു കൊടുക്കുമ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നതായ ദൈവത്തിന്റെ വചനം, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സേവിക്കണം. ദൈവത്തിന്റെ കൽപ്പനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ ദൈവത്തിന്റെ 10 കൽപ്പനകളെ 2 ഭാഗമായിട്ട് തിരിച്ച് അവയിൽ ഏതാണ് വലുത് ഏതാണ് ചെറുതെന്ന് ചോദിച്ചവരോട് ഉത്തരം പറയുകയുണ്ടായി. അതിൽ ഒന്നാമതായിട്ട് കർത്താവ് പറയുന്നത്, നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ സ്നേഹിക്കണം. നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ളതാണ്. ദൈവത്തെ പൂർണ്ണമായിട്ടും സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് 4-ാമത്തെ കൽപ്പനയിലെ പ്രാധാന്യം എന്ന് പറയുന്നത്. എല്ലാ കൽപ്പനകൾക്കും തുല്യ പ്രാധാന്യമാണെങ്കിലും ദൈവത്തെ നാം പൂർണ്ണമായിട്ടും പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ ആരാധിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമായ ഏക കൽപ്പനയാണ് ഈ ശബത്ത് കൽപ്പന എന്നുള്ളത്. കാരണം മറ്റ് 3 കൽപ്പനകളും 4 കൽപ്പനകളാണ് ദൈവത്തെ നാം സ്നേഹിക്കുവാൻ തക്കവണ്ണം തന്നിരിക്കുന്നത്. ബാക്കി മനുഷ്യരെ സ്നേഹിക്കുന്നതിലൂടെ ദൈവത്തെ സ്നേഹിക്കുവാനാണ് കർത്താവ് പഠിപ്പിച്ചത്. അതായത് നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം, നാമും മനുഷ്യരുമായിട്ടുള്ള സ്നേഹം. അപ്പൊ നാം മനുഷ്യരെ സ്നേഹിക്കാതെ ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയത്തില്ല. അതാണ് ദൈവത്തിന്റെ കൽപ്പനകളുടെ ആ ഒരു രീതി പഠിപ്പീരെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്നത്, ഞാൻ നിന്നോട് ഈ ഉപദേശിക്കുന്ന വചനങ്ങളൊക്കെ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. അത് നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. എപ്പോഴാണ്? നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാം അവരുടെ ഹൃദയത്തിൽ അത് രൂഢമൂലമാകുവാൻ അവർക്ക് ഉപദേശിച്ചു കൊടുക്കണം. ഇന്ന് നാം ചിന്തിക്കുമ്പോൾ ശബത്തിന്റെ കൽപ്പനകളെ മാറ്റി നിർത്തി ബാക്കിയെല്ലാം അനുസരിക്കുന്ന ക്രിസ്ത്യാനികളെ നമുക്ക് കാണാൻ കഴിയും. ക്രിസ്ത്യാനികൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ശബത്ത് കൽപ്പനയെ അത് കർത്താവ് വേറെ രീതിയിലാണ് പഠിപ്പിച്ചതെന്ന് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ കർത്താവ് ഒന്നും നീക്കുവാനല്ല, നിവർത്തിപ്പാൻ വന്ന കർത്താവ് അവിടുത്തെ ആ സ്നേഹം, അവിടുത്തെ പിതാവിനെ സ്നേഹിക്കുന്നവര് പുത്രൻ പറഞ്ഞ എല്ലാ കൽപ്പനകളും പാലിക്കണം, കാണിച്ചു തന്നതുപോലെ നമ്മൾ ജീവിക്കണം. അതാണ് കർത്താവ് നമ്മളിൽ കൂടെ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇന്നത്തെ തലമുറകള് ശബത്തിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കാതെ ജീവിക്കുന്ന ഒരു തലമുറയിൽ നാം ആയിരിക്കുമ്പോൾ എന്തിനാണ് ശബത്ത്? ശബത്ത് എന്ന വാക്കിന്റെ അർത്ഥം സ്വസ്ഥത എന്നുള്ളതാണ്. ആ സ്വസ്ഥതയുടെ അനുഭവം ആത്മീയ തലത്തിലും ഭൗതിക തലത്തിലും മാനസിക തലത്തിലും ഒരേപോലെ വരുമ്പോഴാണ് ശബതെന്ന സത്യം മറ്റുള്ളവർക്ക് നാം മാതൃകയാക്കുവാൻ തക്കവണ്ണം നാം ഒരുക്കപ്പെടുന്നത്. നമ്മൾ പള്ളിയിൽ കുറെ സമയം പോയിരിക്കുന്നതല്ല ശബത്തിന്റെ ആ സ്വസ്ഥത എന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയം പൂർണ്ണ മനസ്സോടെ ദൈവത്തിന്റെ സ്വസ്ഥതയ്ക്ക്
ഭാഗവാക്കാകുക. നമ്മുടെ എല്ലാ പ്രവൃത്തികളിൽ നിന്നും കർത്താവിനെ ആരാധിക്കുന്നത് മാത്രമായി നമ്മുടെ ജീവിതത്തെ കൊടുക്കുക. അവിടുത്തെ സന്നിധിയിലെ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 58 അധ്യായം പറയുന്നത് എന്താണ്? കർത്താവിന്റെ വചനം പറയുന്നത് അത് ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കണം. ശബദിനെ ഒരു സന്തോഷം, അത് ആ വിശുദ്ധ ദിവസത്തെ സന്തോഷമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കണം. അത് നാം ചെയ്യുന്നത് നമ്മുടെ മക്കൾ കാണണം, നമ്മുടെ ഭവനത്തിൽ അത് സാക്ഷീകരിക്കണം. ശബദ് വെള്ളിയാഴ്ച 6 മണി സൂര്യാസ്തമനം തൊട്ട് ശനിയാഴ്ച സൂര്യാസ്തമനം വരെ ഉള്ള സമയങ്ങള് ആ അടയാള സമയങ്ങളായിട്ട് ദൈവം അത് തന്നിരിക്കുമ്പോൾ ആഴ്ചയിൽ 7 ദിവസമുണ്ടെങ്കിൽ ആ 7 ദിവസത്തിലും ശബദിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ദിവസത്തില് ദൈവത്തെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും ആരാധിക്കുവാൻ നമുക്ക് കഴിയുള്ളൂ. ആഴ്ചയിൽ ഒരു ദിവസം ഉള്ളതല്ല, ഒരു ദിവസം അത് വേർതിരിച്ചെങ്കിലും ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം ശബദിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ശബദിനെ വരവേൽക്കുവാൻ നമുക്ക് കഴിയുള്ളൂ. ശബദിനെ വരവേൽക്കുന്നതും ശബദിനെ ആരാധനയില് സന്ധ്യാപ്രാർത്ഥനയില് ആ കുഞ്ഞുങ്ങളും ഒരുമിച്ചിരുന്ന് അടുത്ത ശബദിനു വേണ്ടിയുള്ള പ്രാർത്ഥനയോട് അവസാനിപ്പിക്കുന്നതുമായ ഒരു അനുഭവം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ഭവനത്തിൽ കണ്ടു വളരണം. അത് മറ്റുള്ളവർക്ക് സാക്ഷ്യമായി തീരണം. ശബദിന്റെ മണിക്കൂറുകൾ മറ്റുള്ള ഒന്നിനും തന്നെ നീക്കി വെക്കുവാൻ പാടില്ല. അങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുകയും ചെയ്യേണ്ടാത്തത് ചെയ്യുകയും ചെയ്യുന്ന തലമുറയില് ദൈവത്തിന്റെ വിശുദ്ധ ദിവസം ഒരു അടയാളമാണ്, വിശുദ്ധീകരിക്കുന്ന അടയാളമായിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ ഇരുന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ അത് പഠിപ്പിക്കണം. അതാണ് ശബദിന്റെ അനുഭവം എന്ന ഒരു മാതൃക എന്ന് പറയുന്നത്. ആ മാതൃകയ്ക്ക് കൂട്ടാളികളായി സ്വർഗത്തില് നമുക്ക് വേണ്ടി ഒരുക്കുന്ന നിത്യഭവനത്തില് ആ ശബദിന്റെ അനുഭവത്തിൽ ജീവിക്കുവാൻ നമ്മളെ വിളിക്കുകയാണ്. ഒരു ശബദാനുഭവം ദൈവജനത്തിന് ശേഷിക്കുന്നത് കൊണ്ട് ഇവിടെ മാതൃകയുള്ളവരായിരുന്നാൽ മാത്രമേ ആ അനുഭവത്തിലേക്ക് നമുക്ക് എടുക്കപ്പെടുവാൻ തക്കവണ്ണം ആ സ്വർഗത്തിന്റെ കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളത്തിലിരിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ അത് കണ്ടു വളരട്ടെ. ഇന്നത്തെ തലമുറ മാതാപിതാക്കളോടൊപ്പം അല്ലാത്ത ഒരു അനുഭവമാണ്. കാരണം അവർക്ക് ഒന്നിനും സമയമില്ല. കുഞ്ഞുങ്ങളെ ശരിയായ രീതിയിൽ പരിപാലിക്കുവാനും അവർക്ക് ശരിയായ ദൈവിക ഉപദേശങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുവാനും കഴിയാത്ത ഒരു തലമുറയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ ശബദാനുഭവത്തിൽ കൊണ്ടുവരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. മറ്റെല്ലാ സമയത്തെക്കാളും ദൈവവുമായി ചേർന്നിരുന്ന എൻ്റെ സൃഷ്ടിതാവും എൻ്റെ വീണ്ടെടുപ്പുകാരനും വേഗം വരുന്നവനുമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണാത്മാവോടെ പൂർണ്ണശക്തിയോടെ ആരാധിക്കുന്ന അനുഭവം, ശബദിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലുടനീളം അതൊരു അനുഗ്രഹവും മാതൃകയുമായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. മന്നയുടെ ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവം അനുഗ്രഹമായി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തോടെ ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശബദ് എന്ന് പറയുന്നത് ദൈവ കുഞ്ഞുങ്ങളുടെ അടയാളമാണ്, വിശുദ്ധന്മാരുടെ അടയാളമാണ്, ദൈവം വിശുദ്ധീകരിക്കുന്ന ജനത്തിന്റെ അടയാളമാണ്. ആ അടയാളത്തിന് ഇട്ടവര് മാതൃകയുള്ളവരായി ലോകത്തിന് വെളിച്ചമായി തീരണം. നോഹയെ പോലെ മറ്റെല്ലാവരും നോഹയെ എതിർത്തപ്പോഴും ആ തലമുറ മുഴുവനും പരിഹസിച്ചപ്പോഴും നോഹയും കുടുംബവും ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് അത് കീഴടങ്ങി അവരതനുസരിച്ച കുഞ്ഞുങ്ങളും ഒരുമിച്ച് ആ ദൈവം പറഞ്ഞതുപോലെ ജീവിച്ചത് കൊണ്ടാണ് ആ പെട്ടകത്തിൽ അവർക്ക് അഭയം കിട്ടിയത്. അതുപോലെ ക്രിസ്തുവാകുന്ന പെട്ടകത്തിൽ നമുക്ക് അഭയം ഒരുക്കുന്ന കർത്താവ് ക്രിസ്തുവിന്റെ എല്ലാ വചനങ്ങളും അനുസരിച്ച് തലമുറയിൽ മാതൃകയുള്ളവരാകാൻ ദൈവം സഹായിക്കട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗപിതാവേ, അനുഗ്രഹമേറിയ ഒരു പകൽക്കാലം കൂടി കാണുവാൻ ഈ പ്രഭാതത്തിൽ സാധ്യമാക്കി തന്ന കൃപയ്ക്കായി സ്തോത്രം. സംഭവബഹുലമായ ഓരോ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ കർത്താവിന്റെ ആ രക്ഷിക്കുന്ന വീരനായ ദൈവത്തിന്റെ അത്യന്ത ശക്തിയാൽ കർത്താവ് ഓരോ ദിവസവും പുലർത്തുന്നത് കൊണ്ട് നന്ദി പറയുന്നു പിതാവേ. യേശുവേ, അവിടുത്തെ അടയാളമേറ്റവരായി ആ ശബദിന്റെ സന്തോഷം അനുഭവിക്കുന്നവരായി, ശബദിന്റെ സമാധാനത്തിൽ ജീവിക്കുന്നവരായി, ശബദ അനുഭവം പ്രാപിച്ചവരായി ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ. ലോകം മുഴുവനും കർത്താവിന്റെ വചനങ്ങളെ കോട്ടി വളയ്ക്കുമ്പോൾ അതിന്റെ അർത്ഥങ്ങളും ആഴങ്ങളും മനസ്സിലാക്കി അവിടുത്തെ വചനം പോലെ ജീവിക്കുവാൻ ഒരു മാതൃകയുള്ളവരായി ജീവിപ്പാൻ അടിയങ്ങളെ പ്രാപ്തരാക്കി തരണമെന്ന് ഈ പ്രഭാതത്തിൽ അവിടുത്തോടെ യാചിക്കുകയാണ്. കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. വേഗം വരുന്ന യേശുവിന്റെ നാമത്തിൽ താഴ്മയായി ചോദിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. സ്തോത്രം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.